ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ ബീച്ചിൽ പോയിരുന്നു. അപ്പോൾ പ്രതീക്ഷിക്കാതെ അച്ഛൻ ഞങ്ങളെ കൊണ്ടുപോയായിരുന്നു. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഇത് നടക്കുമെന്ന്. അപ്പോൾ ദേ കിച്ചും പാറും കൊച്ചച്ഛനും സച്ചും ഞാനും കൂടെ ചിറ്റയും അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ആട്ടോ പോയത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ ബോട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പോയില്ല, കയറാൻ സമയമില്ല. സമയം വളരെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കയറിയില്ല. സച്ചു ചിറ്റയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സമയം ഞങ്ങൾ കയറണമെന്ന് ഓർത്തിരുന്നു. ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. ഭയങ്കര സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കാഴ്ചകളൊക്കെ കണ്ടു. പാറുവിന് ഇത് തുറക്കാൻ തോന്നുക. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് തുറക്കണ്ട, AC ഇട്ടേക്കുമെന്ന്. അതൊക്കെ തുറക്കണം. പക്ഷെ ഞങ്ങൾ സമ്മതിച്ചില്ല. അപ്പോൾ അത് ഞങ്ങൾ ബീച്ചിലെത്തിയേക്കുവാണ്. ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു നടക്കാൻ, ഭയങ്കര മണ്ണായതുകൊണ്ട്. അപ്പോൾ തന്നെ പാറുവിന് മിഠായി വേണം. അപ്പോൾ ഞങ്ങളൊരു കടയിൽ കയറി ഫാൻറ്റാസ്റ്റിക് മേടിച്ച് കൊടുത്തു. ഞാനും കൂടെ തിന്നു. അപ്പോൾ അതെ, പാറുവിന് ഫാൻറ്റാസ്റ്റിക് അല്ല, പാറുവിന് കോലുമിഠായിയുടെ ആളാണ് പാറു. ഞാൻ ഫാൻറ്റാസ്റ്റിക് ആട്ടോ കഴിച്ചത്. ഞാനും ഇവനും സച്ചും കൂടെ കിച്ചും. അപ്പോൾ ഇത് ഞങ്ങൾ കടലിൽ ഇന്ന് കളിക്കുന്നതാണ്. ഞാനും കിച്ചും പാറുവും കൂടെ ഇങ്ങനെ കൊട്ടാരം ഉണ്ടാക്കി കളിക്കുകയായിരുന്നു. പക്ഷെ അത് തിരമാല വന്ന് കൊണ്ടുപോയി ഗൈസ്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി ഗൈസ്. സന്തോഷവും ഉണ്ടായിരുന്നു, സങ്കടവും ഉണ്ടായിരുന്നു. അപ്പോൾ സച്ചു അവിടെ ഇരുന്ന് ഇരിക്കുമായിരുന്നു, വെള്ളത്തിൽ കളിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ ഇരിക്കുവാണ്. ഒത്തിരി അങ്ങോട്ട് ഇറങ്ങിയില്ല കേട്ടോ. കാരണം എന്നാന്ന് വെച്ചാൽ ഞണ്ട് കാലിൽ ഇറുക്കുമെന്ന് പേടിച്ച് ഞങ്ങൾ ഒത്തിരി അങ്ങോട്ട് ഇറങ്ങിപ്പോയില്ല. കുറച്ചൊക്കെ ഇറങ്ങിപ്പോയി. അഞ്ചിൻ്റെ അമ്മ ഒത്തിരി അങ്ങോട്ട് പോയില്ല, ഇത്തിരി ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് വന്ന് ഞങ്ങൾ കുറച്ച് ദൂരത്തേക്ക് പോയി കേട്ടോ, കുറച്ച് ദൂരത്തേക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഞണ്ട് അതിലെ മഴയൊക്കെ നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പേടിയായി ഞണ്ട് കടിക്കുമെന്ന്, രണ്ട് കാലിലിങ്ങനെ ഇറുക്കുമെന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങളവിടെ കയറിയിരുന്ന് കൊട്ടാരം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഇത്രയും കണ്ടതിന് ശേഷം ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോയി കേട്ടോ. അത് നിങ്ങൾ കണ്ടറിഞ്ഞാൽ മതി. സർപ്രൈസാണ്, എല്ലാം സർപ്രൈസാണ്. അപ്പോൾ ഞങ്ങൾ കടലിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നല്ല രസമായിരുന്നു. അപ്പോൾ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരും നന്നായിട്ട് എൻജോയ് ഒക്കെ ചെയ്തു. അപ്പോൾ ചിറ്റ വന്നു. കുറച്ച് നേരം ഇവിടെ നിന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് പിന്നെയും ഇറങ്ങി. ഞാൻ ഇങ്ങനെ ദേഷ്യം ഈ കൊട്ടാരം തിരമാല കളഞ്ഞുകൊണ്ട് ഞാൻ ഇനിയും കളയാതിരിക്കാൻ ഇങ്ങനെ മൂടിപ്പിടിച്ചതാണ്. പക്ഷെ പിന്നെ അത് കൊണ്ടുപോയി. അപ്പോൾ ഇത് ഞണ്ടിനൊക്കെ കയറിപ്പോകാൻ ചുമ്മാ ഒരു കുഴി ഞാനും അച്ഛനും കൂടെ ഉണ്ടാക്കിയതാണ്. പക്ഷെ അത് ഞണ്ടൊന്നും വന്നില്ല ഗെയ്സ്. പിന്നെ ആ തിരമാല ഇങ്ങനെ വരുമ്പോൾ ഒരു തോട് പോലെ കാണാം. ഇത് കണ്ടോ, തോട് പോലെ ഇങ്ങനെ ഒഴുകിപ്പോകുന്ന കാണാം. അപ്പോൾ അത് നല്ല രസമായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയി. അപ്പോൾ നല്ല രസമായിരുന്നു. ബീച്ചൊക്കെ അടിപൊളിയാണ്. കുറച്ച് കഴിയുമ്പോൾ ഞങ്ങളോട് കയറാൻ പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ സച്ചു അവിടെ വീണു, കടലിൽ വീണു. അപ്പോൾ അത് പോലീസുകാർ കണ്ടപ്പോൾ കയറാൻ പറഞ്ഞു. ഇത് ഞങ്ങൾ ഷാപ്പിൽ കയറിയതാണ്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. എല്ലാം കണ്ടതിന് ശേഷമാണ് ബീച്ചിൽ എല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ ഷാപ്പിൽ കയറി. പൊറോട്ടയും ബീഫും ചിക്കനും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല ഫുഡായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റി ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.